ഇറാന് മേൽ ആക്രമണം നടത്തുന്നതിന് മുന്നോടിയായി ഗൾഫ് മേഖലയിൽ സൈനിക മുന്നൊരുക്കം ശക്തമാക്കി അമേരിക്ക. 3 യുദ്ധക്കപ്പലുകൾ മേഖലയിൽ നിലയുറപ്പിച്ചതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഖത്തറിലെ US വ്യോമതാവളത്തിൽ നിന്ന് സൈനികരോട് മാറാൻ അമേരിക്ക നിർദ്ദേശം നൽകി. നിലവിലെ പ്രാദേശിക സംഘർഷങ്ങൾ കണക്കിലെടുത്ത് മുൻകരുതൽ എന്ന നിലയിലാണ് സൈനികരോട് മാറാൻ ആവശ്യപ്പെട്ടതെന്ന് ഖത്തറും പ്രതികരിച്ചു. US ആക്രമണത്തെ നേരിടാൻ സജ്ജമെന്നും ആക്രമിച്ചാൽ ഗൾഫിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ താക്കീത് ചെയ്തു. ഇറാനിൽ ഇടപെടാനുള്ള US നീക്കം ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് റഷ്യയും ചൈനയും പ്രതികരിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ സംസാരിച്ചു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2400 കടന്നതായാണ് റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി ദുബൈയിൽ നിന്ന് MC നാസറും ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദും ചേരുന്നുണ്ട്. ആദ്യം MC എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒപ്പം തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് നിലവിൽ? ഇതിന് വളരെ വിപുലമായിട്ടുള്ള സൈനിക മുന്നൊരുക്കങ്ങളിലാണ് ഇപ്പോൾ ഇറാൻ ഏർപ്പെട്ടിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ തങ്ങൾ നടത്തുമെന്ന് ഇന്നും നിരവധി തവണയാണ് ഇറാനിലെ സൈനിക നേതൃത്വവും ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം പിന്നിട്ട 3 ദിവസങ്ങളിലായിട്ട് സർക്കാർ അനുകൂലികളുടെ വലിയ തോതിലുള്ള പ്രകടനങ്ങൾ നടക്കുകയും സർക്കാരിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രക്ഷോഭ പരിപാടികൾ വിവിധ പ്രവിശ്യകളിൽ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനേക്കാൾ ശക്തമായി തന്നെ സർക്കാർ അനുകൂലമായിട്ടുള്ള അമേരിക്കൻ വിരുദ്ധമായിട്ടുള്ള ഇസ്രായേൽ വിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ കൊണ്ട് പ്രധാനപ്പെട്ട ഇറാനിയൻ തെരുവുകൾ പൂർണ്ണമായിട്ടും മുഖരിതമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ 100-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവരെ കരുതിക്കൂട്ടി തന്നെ ഇസ്രായേൽ ഏജന്റുമാർ കൊലപ്പെടുത്തി എന്ന ഒരു ആഖ്യാനമാണ് ഭരണകൂടം മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വേണ്ടിയുള്ള വിലാപയാത്ര ഇന്ന് നടന്നു. ആയിരങ്ങളാണ് ആ വിലാപയാത്രയിൽ തെഹ്റാനിലും അതോടൊപ്പം തന്നെ മഷ്ഹദിലും കുമ്മിലും മറ്റ് തബ്രീസ് ഉൾപ്പെടെയുള്ള മറ്റ് പട്ടണങ്ങളിൽ നടന്ന വിലാപയാത്രകളിൽ സംബന്ധിച്ചത്. ഇത് ഒരു അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാക്കി ഇറാൻ ഭരണകൂടം വികസിപ്പിച്ചെടുക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രത്യക്ഷമായിട്ടുള്ള ഈ മുറവിളികളുടെ താല്പര്യം മറ്റു പലതുമാണ്. അത് ഇറാന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു തകർച്ചയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് ജനത ഒരിക്കലും തന്നെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കരുത് എന്ന അഭ്യർത്ഥനകൾ കൊണ്ടുകൂടിയാണ് ഇറാൻ നേതൃത്വം ഇതിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ പ്രക്ഷോഭം ശക്തമായി തന്നെ തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് 2400ഓളം പേർ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇറാൻ നേതൃത്വമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വതന്ത്ര ഏജൻസികളോ നൽകിയിട്ടില്ല. പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട സംഘടനകളും കൂട്ടായ്മകളും അതും വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരാണ് ഈ 2400-ലധികം പേർ കൊല്ലപ്പെട്ടു എന്ന ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ സൈന്യം പൂർണ്ണമായിട്ടുള്ള സജ്ജമായ ഒരു സാഹചര്യത്തിലാണുള്ളത്. തെഹ്റാൻ ഉൾപ്പെടെയുള്ള എല്ലാ നഗരങ്ങളിലും ഈ സുസജ്ജമായിട്ടുള്ള സൈനിക വിന്യാസം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അമേരിക്ക ഏത് രീതിയിൽ ഒരു ആക്രമണത്തിലേക്ക് നീങ്ങും എന്നത് സംബന്ധിച്ച അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെയും ഇന്നുമായിട്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ട്രംപുമായിട്ട് നിരവധി തവണ പെന്റഗൺ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയിരുന്നു. ചില നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇറാന്റെ ആണവ പദ്ധതി, 2 ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെയുള്ള പദ്ധതി കേന്ദ്രങ്ങൾ, മറ്റൊന്ന് ഇറാനിലെ മറ്റ് തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ. ഇവിടങ്ങളിൽ ആക്രമണം നടത്താനുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ സൈബർ ആക്രമണം കൂടുതൽ വിപുലമായ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതായിരിക്കും ട്രംപ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇന്നലെയും മിനിയാന്നുമൊക്കെയായി അദ്ദേഹം നിരന്തരമായിട്ട് സഹായം വന്നുകൊണ്ടിരിക്കുകയാണ്. കാത്തു നിൽക്കണമെന്ന് തന്റെ പ്രക്ഷോഭകാരികൾക്ക് നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എന്തായാലും ഒരു ആക്രമണം ഉണ്ടാകുമെന്ന സൂചന കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഗൾഫ് മേഖലയിലും സുരക്ഷാ സംവിധാനങ്ങൾ വലിയ തോതിൽ തന്നെ വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് വിവിധ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കൻ കേന്ദ്രങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. ധന്യ.